ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, എനിക്കൊരു പാർട്ടിയോടോ പ്രസ്ഥാനത്തോടോ പ്രത്യേകമായ ഒരു കൂറോ മമതയോ ഇല്ലാതെയാണ് ഞാൻ ഈ കാര്യം സംസാരിക്കുന്നത്. 2026 ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ട് വന്നു, UDF വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. വളരെ നല്ല കാര്യം. നാടിനെ നയിക്കാൻ കഴിയട്ടെ, നല്ല ഭരണം കാഴ്ചവെക്കാൻ കഴിയട്ടെ. അതോടൊപ്പം ഒരു കാര്യം കൂടി ചേർത്ത് പറയുവാണ്, കോൺഗ്രസ് വിജയിച്ചു, RSS ആവാതിരിക്കട്ടെ എന്ന് മാത്രം ഇതിനോടൊപ്പം ഞാൻ പറയുകയാണ്. എനിക്ക് പ്രത്യേകിച്ച് ഒരു പാർട്ടിയോടോ പ്രസ്ഥാനത്തോടോ പ്രത്യേകമായ ഒരു കൂറോ മമതയോ ഇല്ലാതെയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. പിണറായി വിജയൻ ഒരു RSSന്റെ പരിപാടിക്ക് പോയി ഒരു ഗോൾവാൾക്കറുടെ മുന്നിലും നിലവിളക്ക് കുനിഞ്ഞു കൊളുത്തിയിട്ടില്ല. ഒരു ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ RSS പരിപാടിക്കും പോയിട്ടില്ല. പറവൂരിലെ മരക്കപ്പള്ളി സ്കൂളില് ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ, ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ കുനിഞ്ഞു നിന്ന് ആ നിലവിളക്ക് കൊളുത്തിയ നേതാവിന്റെ പേര് VD സതീശൻ എന്നാണ്. 2013 ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്ത നേതാവിന്റെ പേര് VD സതീശൻ എന്നാണ്. ആ VD സതീശനാണ് കാന്തപുരത്തിലെ കേരള യാത്രയുടെ സമാപനത്തിൽ വന്ന് പറയുന്നത്, മതേതരത്വം എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ നേരിടും. നല്ലതാണ് സാർ, പക്ഷേ പറയുമ്പോൾ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. BJPയെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ലത്, ഭൂരിപക്ഷ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ലത് UDF ആണ് എന്നുള്ളതാണ് വസ്തുത.